വെറുതെ ഒരു വ്ളോഗാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ വേഗം അടിച്ച് തുടക്കലും ചോറ് വെക്കലൊക്കെ കഴിഞ്ഞ് അപ്പൊ ചെയ്തിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായി. വറ്റയും കൊണ്ടുവന്നിട്ടുണ്ട്, ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ പള്ളത്തി കൊണ്ടുവന്നിട്ടുണ്ടായി. അത് അമ്മ വെട്ടുന്നുണ്ട് കേട്ടോ. പള്ളത്തി എനിക്ക് വലിയ ഇഷ്ടമുള്ള മീനൊന്നും അല്ല. അപ്പൊ അതെ, ഇതാണ് വറ്റ. എത്ര വറ്റ ഉണ്ട്? 2 വലുതും ഉണ്ട്, 2 കുഞ്ഞതും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കറിയും വെക്കാം, വറുക്കുകയും ചെയ്യാം. അതാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണത്. കറി വേനെടുക്കണം. കത്തിക്കുന്നേ മൂച്ചൂട്ട. ഇത് അച്ഛൻ മേടിച്ചെന്ന് വേണ്ട. വീട്ടിലിരിക്കണപ്പോ ഞാൻ പറഞ്ഞ എനിക്ക് ഒരെണ്ണം വേണം, നല്ല മൂർച്ചയാണെന്ന് പറയുന്നു. ഓക്കെ. പിന്നെ കത്രികയുടെ കാര്യം പിന്നെ പറയണ്ടല്ല. ഈ കത്രിക ചെടി വെട്ടാൻ പോലുള്ള മൂർച്ചയില്ല. കുറെ നാളായി ഒരു കത്രിക വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇതും കൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോണം. പിന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെട്ടലും അങ്ങനത്തെ കുഞ്ഞിക്കുഞ്ഞ. ഞാൻ ഓർത്ത ഇടയിൽ മീൻ വെട്ടി വെച്ചിട്ട് ഓടിച്ചെന്ന് ലച്ചുവിനെ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചോണ്ട് വരാം. അപ്പൊ മീൻ വെട്ടാൻ എടുത്തപ്പോ തന്നെ ടീച്ചർ വിളിച്ച് ട്യൂഷൻ കഴിഞ്ഞു. അങ്ങനെയാണ് കേട്ടോ. സമയമില്ല. എപ്പോഴാണോ ചെയ്ത് കഴിയണം അപ്പൊ വിളിക്കും. അപ്പൊ നമ്മൾ പോകൂട്ടാ. അപ്പം ചെയ്തേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറണം. മീൻ വെട്ടാൻ നിന്നാ പിന്നെ പറ്റൂലല്ലോ. എല്ലാം ഇതിന്റെ സൈഡിലത്തെ എല്ലാം ഇങ്ങോട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ബാക്കി ചെയ്യാന്ന് വിചാരിച്ചു. മഴ അങ്ങോട്ട് തുടങ്ങിയില്ല. അപ്പൊ തന്നെ ലച്ചുവിനൊക്കെ വയ്യാണ്ടായി. ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അവള്. കാരണം 2 ദിവസം ക്ലാസ്സിൽ വിട്ടില്ല. അപ്പൊ പോവാത്തോണ്ട് നല്ല മഴയും കേട്ടോ. അതിന് സൗണ്ട് എനിക്ക് കിട്ടുമോ അറിയില്ല. അപ്പൊ മഴയത്ത് നമുക്ക് ചോറും മീൻകറിയും ഒക്കെ കൂടി കഴിക്കാം. ലച്ചു മഴയുടെ മുന്നേ വന്നോണ്ട് രക്ഷപ്പെട്ടിട്ടാ. പോകുമ്പോഴും മഴ കിട്ടിയില്ല, അവൾക്ക് വരുമ്പോഴും മഴ കിട്ടിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുമ്പോ ഭയങ്കര വെള്ളപ്പൊക്കമായിരിക്കും. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങളുടെ വീട്ടിന്റെ അകത്തൊക്കെ വെള്ളം കയറും കേട്ടോ. ഭയങ്കര എന്താ പറയാ, അത് ഓർക്കുമ്പോഴേ സങ്കടം വരും. കാരണം നമുക്ക് വീടിന്റെ അകത്തൊക്കെ വെള്ളമായിരിക്കും. നമ്മളെന്നാലും അമ്മ ഒരു ഗ്ലാസ് പോലും കളയാൻ സമ്മതിക്കൂല. അകത്ത് നിന്ന് തന്നെ നമ്മളെ വെള്ളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും കുളിക്കണതും എല്ലാം. അതൊക്കെ ഓർക്കുമ്പോ ആ കാലമൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയി എന്ന് ഓർക്കാൻ പറ്റില്ല. പിന്നെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും അതെ, വഴിയിലൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും. അത് കൂടെ ഒക്കെ നീന്തി. പിന്നെ ഞാൻ വിചാരിക്കും സ്കൂളിൽ ചെന്നിരിക്കുമ്പോഴാണ് വെള്ളമല്ലേ, വീട്ടിൽ വെള്ളമല്ലേ, അപ്പൊ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴാണ് കാലിന് കുറച്ച് സുഖമായിട്ട്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കട്ടുമ്മ കയറി ഇരിക്കും കേട്ടോ കുഞ്ഞിലൊക്കെ. അപ്പൊ അതൊക്കെ മാറി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടാ. ഉപ്പില്ല. ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ കുറച്ച് ഇതിട്ട് കൊടുത്തു. മീനൊക്കെ ഉള്ളപ്പോ ഭയങ്കര അയ്യോ, 2 സവാള. മീനൊക്കെ ഉള്ളപ്പോ എന്ത് പാടാല്ലേ. കുറച്ച് മമ്മി വന്നിട്ടുണ്ട്. സംസാരിക്കാൻ ഉണ്ടാക്കി കഴിയാതെ പറ്റൂല. നമ്മുടെ മീൻകറി ഇവിടെ തിളക്കുന്നു. അടച്ചു വെക്കാം. മസാല ഇട്ട് കൊടുക്ക. ഇളക്ക. നമ്മുടെ പണി കഴിഞ്ഞാ ആണോ? നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടാ.
ചെമ്മീൻ. ഇനി ഞാൻ പാത്രമൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കഴുകി നമുക്ക് നീറ്റാക്കണം, എന്നിട്ട് കാണാട്ടാ. നമ്മൾ ചോറ് കഴിക്കാൻ പോണേട്ടാ. കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കടല, പച്ചക്കറി. ആ കുഞ്ഞുമീന്റെ പേരെന്താ? പള്ളത്തി. ഇത്രയാണ് നമ്മൾ എടുത്തേക്കണത്. ഇപ്പൊ ലച്ചുവൊക്കെ ചോറ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അവിടെ ഇരിക്കും ലച്ചു. ഞങ്ങള് TV ഒക്കെ കണ്ടിട്ടാ കഴിക്കണ. സുഖട്ടാ നോക്കാം. കതി പള്ളത്തി കഴിച്ചോക്കാം. പേടിയാ. നോക്കി കഴിക്കണം കേട്ടോ ചേട്ടത്. അത്ര മൊരിഞ്ഞിട്ടില്ല. ചോറ് കഴിച്ചോക്കാം. വെച്ചൊന്ന് പുളി കുടിപ്പോയിരുന്നു. കറക്റ്റ് പാകം. ചെമ്മീനും അടിപൊളി. കഴിക്കട്ടെ ഏട്ടാ. കുറച്ച് TV ഒക്കെ ഉണ്ട്, കഴിക്കട്ടെ. ഉച്ചക്ക് ഊടൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ അതേപോലെ ചെയ്തിട്ടും തന്നെ നമുക്ക് ചായ കുടിക്കാൻ പുറത്തു പോകാം. ദൂരെയൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെ. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് പോരാ. അപ്പൊ അവരെന്നെ വെയിറ്റ് ചെയ്തേക്കാൻ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. മൈക്കോണല്ലാന്ന് വിചാരിച്ചു. ബൈ. മേടിക്കണം. ഞാൻ ചിലപ്പോഴേ അലങ്കാരി കയറിയിട്ട് എനിക്ക് പൊട്ട് മേടിക്കണം. അപ്പം പൊട്ടൊന്നും റെഡ് ഇരിപ്പുണ്ട്, ബ്ലാക്ക് ആണ് എന്റെ ഫേവറേറ്റ്. ഇപ്പൊ ക്ലാസ് അടച്ചിട്ട് അല്ല, ക്ലാസ് തുറന്നിട്ട് ഇന്നാണൊന്ന് പുറത്തിറങ്ങണം. ഞാൻ അവിടെ ചെല്ലട്ടെ. നമ്മുടെ തൊട്ടടുത്താണ് ദേവൻകുളങ്ങര ഐഷ ഹോട്ടലിലാണ് കേട്ടാ പോണത്. പിന്നെ ബ്ലോക്കായി. ബ്ലോക്ക് എവിടെ ചെന്നാലും ബ്ലോക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ഷോപ്പ് എല്ലാം ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടാണ് കേട്ടോ. കണ്ട നല്ല ക്വാളിറ്റി ആയിരിക്കും. ഫ്രൂട്ട്സും അതെ, വെജിറ്റബിൾസും അതെ. സുൽത്താൻ ഹോട്ടലിന്റെ അപ്പുറത്താണ് ഐഷ ഹോട്ടൽ. നമുക്ക് ഇവിടെ അലങ്കാറിൽ നമുക്ക് വരണം. എന്ത് ബ്ലോക്കാണ്, എന്തുണ്ടായത് ബ്ലോക്ക്. അങ്ങനെ നമ്മുടെ ഐഷ ഹോട്ടൽ എത്തിയിട്ടാ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. അവിടെ വെച്ചാൽ മതി. എന്റെ മെത്തടൊന്ന് നമുക്ക് വടിയുണ്ടെങ്കിൽ അത് മേടിക്കായിരുന്നു. അമ്മ വെക്കണോ? ഇവിടെ ഇരുന്ന് സീറ്റ് പിടിക്കാനേ. ചായ മീഡിയം ചായ, പിന്നെ ലച്ചുവിനൊരു ബ്ലാക്ക് ടീ. വട ഉണ്ടാവും. എന്ത് കട്ട്ലേറ്റാ? പഴംപൊരി മതിയെന്ന. ആദിയില് വന്ന വല്ല പലഹാരം ഞാൻ ഹെൽത്തി ആയിട്ട് അതില്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കും. വടയാണ് എന്റെ ലക്ഷ്യം. മുരിഞ്ഞ വടയും ചമ്മന്തി. എന്നാ ഇവിടെ നിന്ന് പോവാം. ഞാൻ വടയും ചമ്മന്തിയും കഴിക്കാന്നും പറഞ്ഞാ വന്നത്. എനിക്ക് അതാ കഴിക്കാൻ തോന്നണ. പിന്നെ എനിക്ക് കട്ട്ലേറ്റ് കഴിക്കാൻ തോന്നണില്ല. അപ്പൊ ഉള്ളതിൽ ആകെ ഇവിടെ കട്ട്ലേറ്റും പഴംപൊരിയുള്ള. പഴംപൊരി കഴിക്കും. വെച്ച് വെജാന്ന് വെച്ചു. ഇവിടെ വേറെ ദോശയൊന്നുമില്ലേ? അത് മതിയായിരുന്നു. പഴംപൊരി എന്ത് ചെയ്യാൻ ഒരെണ്ണം വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ആ ചേട്ടനോട് പറ. ഏട്ടാ പഴംപൊരി ഒരെണ്ണം എടുത്താൽ മതി ഏട്ടാ. ദോശ ഉണ്ടാ? ഒരു ദോശ സെറ്റ് ഒരെണ്ണം. വടയില്ലല്ലേ? കട്ട്ലേറ്റ് വേണ്ട. കട്ട്ലേറ്റ് വേണോ ലക്ഷ്യം? വേണ്ട, ഒരു പഴംപൊരി മാത്രം മതി. അല്ല, ഇവർക്ക് പഴംപൊരി വേണ്ടേ? 2 പഴംപൊരി ഏട്ടാ. 3 പഴംപൊരിയല്ലേ പറഞ്ഞത്? അതില് എനിക്ക് വേണ്ട. ലച്ചു ലച്ചു പറ. അത് ലച്ചു പറയണില്ല.
നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല പെട്ടെന്ന് വീഡിയോ എടുക്കാൻ എങ്ങനെയുണ്ട്? വെരി ബാഡ്. പഴംപൊരിയാ മോൻ കഴിച്ചു നോക്കിയതാ? മദ്യം പോവാം. ആണോ? എന്നാ പഴുക്കാത്ത പഴം ഞാൻ ഉണ്ടാക്കണ അമ്മമ്മ ഉണ്ടാക്കണൊക്കെയല്ലേ നല്ലത്. ഭാഗ്യം ഭാഗ്യം ഞാൻ പഴംപൊരി പറയാണ്. പഴംപൊരി പൊതുവെ പുറത്തൊന്നും ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കണതാ എന്റെ അമ്മ ഉണ്ടാക്കണൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ കട്ട്ലേറ്റ് കഴിക്കാനുള്ള തോന്നി. ഇന്നലേക്ക് ഈ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തലവേദന. എന്താന്നറിയില്ല, മൈഗ്രെയിന്റെ അല്ല. അപ്പൊ ചായയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ടീയുടെ ആ കോഫി വന്നിട്ട് നല്ല ചൂടായിരിക്കും കേട്ടോ. ചുമ്മാ പതുക്കെ കുടിക്കണം കേട്ടാ. എന്റെ ചായ വന്ന ഒന്നും മിണ്ടാനുള്ള ചെയ്തത് നല്ല പഴുത്ത പഴം വെച്ചുള്ള പഴംപൊരിയല്ലേ ഇഷ്ടം. ചില ആളുകൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അധികം പഴുത്താത്ത പഴം ഇഷ്ടം. നമ്മക്കല്ല, നിനക്ക് എങ്ങനത്തെ ഇഷ്ടം? നല്ല പഴുത്തത്. ലക്ഷ്യ പൊതുവെ ചായ കുടിക്കാറില്ല അല്ലേ? ജലദോഷം കാരണമാണ്. ഇപ്പൊ കുറഞ്ഞ് ബ്ലാക്ക് ടീ. നമ്മൾ മൂന്ന് തരമല്ലേ ചെയ്തിട്ട്? കോഫി, ഞാൻ ചായ, ലച്ചു ബ്ലാക്ക് ടീ. ബ്ലാക്ക് കോഫി മതിയായിരുന്ന? നമ്മള് ദോശ വന്നിട്ട് എടാ ഇങ്ങനെ ചെയ്തേക്കാ. മൂന്നാളൊരു ദോശ കഴിച്ചോ? എനിക്ക് ഒരെണ്ണം മതി. ആ എടുത്തോ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളൂ. അവിടെ മതിയെങ്കിൽ വെച്ചോ വെച്ചു. ഞാൻ കഴിക്കും. ഭയങ്കര ചൂടാ. പിടിച്ച് നല്ല ചൂട് ദോശ, നല്ല സോഫ്റ്റാണേ. ഇതൊരു ഓറഞ്ച് കളർ ചമ്മന്തിയാണ്. ഉപാചനി മറഞ്ഞു പോലെ തോന്നുന്നത് ചമ്മന്തി. ആണോ? ഭയങ്കര ഉപ്പാണ്. എന്തിനു ചമ്മന്തിക്ക? ദോശ അടിപൊളിയാ. കഴിച്ചോ. ഇല്ലേ എടുത്തോട്ടാ. നീ തോന്നേ എനിക്കെന്തിനും കുഴപ്പമുണ്ടാ? നീ ശരിയാണ് കഴിച്ച എടുത്തോ. ചൂടടി, ഭയങ്കര ചൂട്. ചെയ്തന്നെ ഒട്ടും പറ്റില്ല ചൂട്. ആ പ്ലേറ്റ് എടുത്ത് വെക്ക പഴംപൊരിയില്. താഴെ കളറ് കഴിച്ചതാട്ടാ. എന്ത് ചെയ്യാനാണ് ഈ പിള്ളേരൊക്കെ തോന്നുന്നു. ദോശ നിർത്തി. കുറച്ച് സാമ്പാർ നോക്കിട്ട് നോക്കിയേ. നോക്കിയോക്ക്. രണ്ടു കൂടി കാണിക്കുന്നത്. ലച്ചു കഴിക്കണ കൊടുക്കുക. അങ്ങനെ എല്ലാരും കഴിക്കണത് വീഡിയോയിൽ എഡിറ്റ് ചെയ്തിടുമ്പോഴേ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഷോട്ട് ഇടും കേട്ടാ. മോനിട്ട് ഞാൻ ആദ്യം കഴിക്കാതെ
അങ്ങനെ ഇടണോട്ടാ. ഞങ്ങൾ കഴിച്ച് ഫിനിഷ് ആക്കട്ടെ കേട്ടാ. റെക്കോർഡാക്കിയാ ഞാൻ. ആ എന്താ? അതാണ് നമ്മുടെ ആയിഷ. പക്ഷെ ദോശ അടിപൊളിയാണ് കേട്ടാ, ഇല്ലേ? ഒരു ഇതും പറയാനില്ല. അത് നല്ല ചൂട്, പുളിയൊന്നും ഇല്ലാത്ത അല്ലേ ലച്ചിക്കുട്ട? ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. സേവനം ബില്ല് പേ ചെയ്യുന്നേട്ടാ. ലച്ചു ഇഷ്ടപ്പെട്ട? അമ്മേ അത് ആ സൈഡിൽ കൂടെ പോയാൽ അത് നമുക്ക് ഓൺലൈൻ മേടിക്കാം. നിൽക്കുന്നിട്ട് അവിടെ നിൽക്കുന്ന വീഡിയോ എടുക്കാനാ. ഇതാണ് കേട്ടാ ആയിഷ റെസ്റ്റോറന്റ്. ഓ വാ, മഴക്കാറുണ്ട്. നമുക്ക് അലങ്കാറിലും കൂടി പോകാം. ലോറിയാണെങ്കിൽ ഇപ്പൊ എന്താ പെട്ടെന്ന് പോയിട്ട് വേഗം വരാം. അലങ്കാരി പൈസ പറഞ്ഞേക്കണത്. ആ 3ആണോ 4ആണോ? ഏത്? അതെടുത്തോ. ആ ഒരെണ്ണം. അത് മതി വെച്ചിന്. പിന്നെ റെഡും വേണോ? 10 സൈസ്. 7 റെഡ് വേണ്ടേ? നെയിലിപ്പ വേണ്ട, പഠിക്കാൻ തുടങ്ങി. നാളെ മാറ്റാം. വേണ്ട, ഇനി ഇതെടുത്തോ. ആ അമ്മമ്മയ്ക്ക് മേടിക്കാത്. ആ മറ്റത് ഭയങ്കര വലുതാണ്. അത് മതി, അതാണ് അമ്മയ്ക്ക് വേണ്ടത്. ആ ആണോ? എടുത്തോട്ടെ. ഇവിടെ വരുമ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ആളാണ് അല്ലേ? എപ്പോഴും ഓടി വന്ന് എടുത്തു തരും. ഞങ്ങക്ക് അത് മതി. മഴയാണോ? അത് മതി. ആണോ? ഇവിടെ കൊറേ നെയിൽസ് ഉണ്ട്. 10 രൂപയുടെ. അത് വേണമെന്നാണ് മേടിച്ചു കൊടുത്തു. ഇനി പരിപാടി വരട്ടെ നമ്മുടെ കുഞ്ഞിന്റെ ഒക്കെ. ബാ, അതാ ചേച്ചിയുടെ കൊടുക്കും. ഭയങ്കര മഴയാ, കാറ്റ്. ഭയങ്കര മഴ. ഇപ്പൊ നമ്മളിവിടുന്ന് പോയെങ്കിൽ മഴയൊക്കെ ആയി പോയാനെ. ഉണ്ട്. ആ മൈക്കവിടെ അവിടെ നല്ല വീട്ടിലിടാൻ പറ്റിയ കളക്ഷൻ ഒക്കെ ഉണ്ട്. പാവാട പലാസോ ഒക്കെ. കേറിയാലോ? അത്ര അങ്ങനെ പല ഫീലിങ്ങളില്ല. ഇവിടെ കാച്ച് അയ്യാലോ. മോനെ നീങ്ങിയ അസുഖം വരുമോ? അയ്യോ, നമ്മുടെ സീറ്റ് പോയി വണ്ടിയുടെ. അയ്യോ പോയി ചെയ്തിട്ട് നമ്മുടെ സീറ്റ് പോകുമ്പോ എടുക്കാം. നോക്കിയാ മതി. പിന്നെ എന്റെ അതൊരു പുതിയ കടയാണ് കേട്ടാ, ടീ കപ്പ് എന്ന് പറഞ്ഞിട്ട്. ചായയും ഷെയ്ക്കും. അതല്ലേ ടീ കപ്പ് അല്ലേ? ഏത്? അവക്കാഡോ ജ്യൂസാ? ഐഫോൺ സ്റ്റോറാ? കടയുടെ പേര് പറഞ്ഞേ. അതിനല്ലേ പറഞ്ഞത്? ഇത് മറ്റാണെന്നാ തോന്നുന്നത്. ടീ കപ്പ് ഇട്ടാ ചെയ്തത് മാറിപ്പോയി. അവിടെ പുതിയ കടയുടെ ഭയങ്കര തിരക്കാണ്. ഷേക്ക്, ചായ എന്നിട്ട് എല്ലാ സാധനവും ഇട്ട് ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ. ഒന്നും പോയില്ല. ഞങ്ങൾ ഒരാളെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി തണുപ്പും വേണ്ട. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമണീനെ വെയിറ്റ് ചെയ്തിരിക്കണേന്ന്. ഈ അലങ്കാരം കണ്ടില്ല, അതിന്റെ മുകളിൽ ഫ്ലാറ്റ് ആണ്. അതിലാണ് നനയൂല ഞാൻ. അമ്മേ ഇത് അലങ്കാറ്.
ഇത് അലങ്കാറ് അതിന് അല്ല ഇത് കാണിച്ചിട്ട് അലങ്കാറ് കാണിച്ചിട്ട് ഒന്ന് പറഞ്ഞു. ഇത് അലങ്കാറ് ഒന്നും ഇവര് പറയാൻ സമ്മതിക്കണില്ല കേട്ടാ. അതിന്റെ മുകളിൽ കണ്ട ഫ്ലാറ്റ് ആളുകൾ താമസിക്കുന്നത് ഇതിലാണ്. ഇതിലെവിടെയോ ആണ് നമ്മുടെ ദേവി ചന്ദന താമസിക്കുന്നത് കേട്ടാ. അതെന്താ ചേട്ടാ താഴെ ഇങ്ങനെ ഫ്ലാറ്റ് പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ ആൾക്കാർ എവിടെ ഇരിക്കും? അപ്പതേ നമ്മള് വീട്ടിൽ വന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം പേരായി വരാട്ടാ. ബൈ.